ശ്രീ ജോർജ് പൊടിപാറ, എന്താണ് നിങ്ങളുടെ പരിപാടി എന്ന് ചോദിച്ചാൽ, ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എന്താണ് നിങ്ങളുടെ തയ്യാറെടുപ്പ് എന്ന് ചോദിച്ചാൽ, ഞങ്ങൾ തയ്യാറെടുപ്പിലേക്ക് ഇതാ പോകുന്നു എന്ന് പറയുന്നു. ഒരു തയ്യാറെടുപ്പിന്റെ ഭാഗമായി വി.ഡി. സതീശൻ ഒരു സർവേ നടത്തി, ഒരു പഠനം നടത്തിയെന്നും അതിന്റെ ഭാഗമായി ഇത്ര കണക്കുകൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു, ഇത്ര സ്ഥലങ്ങളിൽ ബൂത്തുകൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ പറയുന്നു. അത് യോഗത്തിൽ പറഞ്ഞതോടുകൂടി ഇത് പാർട്ടിയോട് ആലോചിക്കാതെ നടത്തിയ സർവേ എങ്ങനെയാണ് നിങ്ങൾ നടത്തുക എന്ന ചോദ്യം വരുന്നു. ഇങ്ങനെയാണോ ഒരു തയ്യാറെടുപ്പ് നടക്കുക? ഇതാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു മുന്നൊരുക്കത്തിൽ കണ്ട ഒരു പ്രതികരണം. അതാണ്, അത് യോഗത്തിനകത്ത് നടന്ന ആരും പുറത്തേക്ക് വന്നു. അതല്ലാതെ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ശരിയാണ്, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പിൽ മോശമില്ലാത്ത പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നു. ഇപ്പോൾ കെ സുധാകരൻ്റെ കാര്യം ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം ഒരു വിജയിപ്പിച്ച സംസ്ഥാന അധ്യക്ഷൻ എന്ന് വേണമെങ്കിൽ സാങ്കേതികമായി പറയാം. കാരണം അദ്ദേഹത്തിൻ്റെ കാലത്ത് നടന്ന 5 ഉപതെരഞ്ഞെടുപ്പിൽ 4ലും വിജയിച്ചിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഒരു വിജയശില്പിയായിട്ടൊക്കെ അദ്ദേഹത്തെയും കൂടി ചേർത്ത് വെക്കാവുന്നതാണ്. പക്ഷേ എന്താണ് അടുത്ത പരിപാടി എന്ന് ആലോചിക്കുമ്പോൾ പുറത്തേക്ക് വരുന്ന വാർത്തകൾ ഇതൊക്കെ ആയിരുന്നല്ലോ. അതല്ലാതെ ഒരു വലിയൊരു പ്ലാൻ, ഒരു വലിയ പദ്ധതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സർക്കാരിനെതിരെ ഇതാ വലിയൊരു സമരത്തിലേക്ക് പോകുന്നു, അങ്ങനെ എന്തെങ്കിലും കേട്ടോ? നമ്മളൊന്നും കേട്ടിട്ടില്ല. പ്രതി അത്രയും നിഷേധാത്മകമായിട്ട് പറയണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പാർട്ടി കുറച്ച് നാളായിട്ട് സംഘടനാപരമായിട്ട് പാർട്ടിയെ സജീവമാക്കാൻ പാർട്ടിയുടെ ആ ഒരു ഇലക്ഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്ന ഏറ്റവും അടിത്തട്ടിൽ നിന്ന് തന്നെ ബൂത്ത് കമ്മിറ്റികളൊക്കെ രൂപീകരിച്ചു. അതുപോലെ തന്നെ ഇപ്പോൾ വാർഡ് കമ്മിറ്റികളും ഏതാണ്ട് തൃശ്ശൂരും അതുപോലെ തന്നെ വയനാട് ഒഴിച്ചുള്ള മറ്റു ജില്ലകളിലൊക്കെ ഏതാണ്ട് വാർഡ് പ്രസിഡന്റുമാരുടെ തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞു. അവരൊക്കെ ചുമതല ഏൽക്കുന്നു. അവർക്കെല്ലാം ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഐഡന്റിറ്റി കാർഡ് പോലും വിതരണം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. മാത്രമല്ല, കോൺഗ്രസിന് വേണമെങ്കിൽ നല്ല രീതിയിലും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ അറിയാം എന്ന കാര്യങ്ങൾ നമ്മൾ ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ കാണുന്നുണ്ട്. അതായത് തൃക്കാക്കരയിലായാലും അതുപോലെ പുതുപ്പള്ളിയിലായാലും പാലക്കാടായാലും ഒക്കെ ഉപതെരഞ്ഞെടുപ്പുകളിൽ വളരെ കൃത്യമായ രീതിയിൽ ഇലക്ഷൻ മാനേജ്മെന്റ് നടത്തി ഒരു തെരഞ്ഞെടുപ്പിന്റെ വിജയോ പരാജയങ്ങളും നിശ്ചയിക്കുന്നത് പലപ്പോഴും അതിനു മുമ്പ് നടത്തുന്ന തയ്യാറെടുപ്പുകളാണ്. ഉദാഹരണത്തിന്, പാർട്ടിക്ക് വോട്ടുണ്ട്, പക്ഷെ ആരെയും വോട്ട് ചേർത്തിട്ടില്ല. പുതിയ തലമുറക്കാരെ ആരെയും പുതുതായിട്ട് വോട്ടവകാശം വരേണ്ട 18 വയസ്സ് പൂർത്തിയായവരെ ആരെയും ചേർക്കാൻ തയ്യാറാകാതെ അവരെല്ലാം തനിയെ വന്ന് പൊട്ടിമുളച്ച് വന്ന് വോട്ട് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പൊ ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് അതിന്റെ മുന്നൊരുക്കങ്ങളാണ്. ഓരോ വാർഡിലും ഓരോ ബൂത്തിലും ആരൊക്കെ വോട്ടവകാശം ഉള്ളവരുണ്ട്, ആരൊക്കെ വോട്ടർ പട്ടികയിൽ ഇല്ലാത്തവരാരൊക്കെ ഉണ്ട്, അതിൽ വോട്ടർ പട്ടികയിൽ എത്താൻ അർഹതയുള്ള ആളുകൾ കോൺഗ്രസ് കുടുംബത്തിലായാലും അല്ലെങ്കിലും പ്രത്യേകിച്ച് കോൺഗ്രസിനോട് അനുഭവമുള്ള വീടുകളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ എല്ലാം നേരിട്ട് കണ്ട് ഓരോ കുടുംബത്തിലും കയറി അതിന്റെ ഏകദേശം ഒരു സർവേ പോലെ നടത്തിയിട്ട് ആ ബൂത്ത് കമ്മിറ്റികളും വാർഡ് കമ്മിറ്റികളും അവരെ വോട്ടർ പട്ടികയിൽ ചേർത്തുകൊണ്ട് തെരഞ്ഞെടുപ്പിന് നേരിട്ടാൽ മാത്രമേ എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവുള്ളൂ. അല്ലാതെ കോൺഗ്രസ് പലപ്പോഴും ഇതിനു മുമ്പൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ കുറെ പേര് ആൾക്കൂട്ടം പോലെ ഓടിക്കൂടുന്നു, അങ്ങനെ കുറെ മുദ്രാവാക്യം ഉണ്ടാകുന്നു, ചോരെടുത്ത് നടക്കുന്നു. പക്ഷെ സിസ്റ്റമാറ്റിക് ആയിട്ട് ശാസ്ത്രീയമായിട്ടൊരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന രീതിയിൽ പ്രവർത്തിക്കാതിരിക്കുന്നത് പലപ്പോഴും കോൺഗ്രസിന് വിനയായിട്ടുണ്ട്. പക്ഷെ ഇക്കുറി അങ്ങനെയല്ല. വളരെ നേരത്തെ തന്നെ ഈ പറഞ്ഞ ഈ ബൂത്ത് കമ്മിറ്റികളുടെ രൂപീകരണം നടന്നിട്ടുണ്ട്. ഇപ്പൊ വാർഡ് പ്രസിഡന്റുമാരെയും തെരഞ്ഞെടുത്തുകൊണ്ട് അങ്ങനെ ഒരു നീക്കം നടക്കുന്നുണ്ട്. ഇപ്പൊ അതിന്റെ കൂടി ഭാഗമായിട്ടാണ് AICC ഈ രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അതായത് ആസാമിലും കേരളത്തിലും തെരഞ്ഞെടുപ്പ് വരുന്നു. ആ തെരഞ്ഞെടുപ്പിലേക്ക് എങ്ങനെ നീങ്ങണം, എന്തായിരിക്കണം കോൺഗ്രസിന്റെ സ്ട്രാറ്റജി, ഏത് രീതിയിലായിരിക്കണം അതാത് സംസ്ഥാന നേതൃത്വം മുന്നോട്ട് പോകേണ്ടത്, എന്തൊക്കെയാണ് ജയം ഉറപ്പാക്കാൻ വേണ്ടി പാർട്ടി എടുക്കേണ്ട നിലപാടുകൾ, ഈ കാര്യത്തിൽ ശരിക്കും ഒരു ഗൈഡ് ലൈൻ പോലെ പാർട്ടിയുടെ നിലപാട് അല്ലെങ്കിൽ പാർട്ടി എന്ത് ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ച് AICCയുടെ കാഴ്ചപ്പാടുകളും AICCയുടെ നിർദ്ദേശങ്ങളും കൃത്യമായി കൊടുക്കാൻ വേണ്ടിയാണല്ലോ ഈ 30ഓളം ഉന്നതതല നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ടൊരു യോഗം ചേരുന്നു. അതിൽ പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷനും അതുപോലെ തന്നെ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വം നൽകുന്ന രാഹുൽ ഗാന്ധി അടക്കമുള്ളവരെല്ലാം പങ്കെടുക്കുന്നു. അപ്പോൾ പാർട്ടി ഒട്ടും തയ്യാറെടുപ്പില്ലാതെ, ഒട്ടും എന്താ പറയുക, മുന്നൊരുക്കങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്നു. വരുന്നിടത്ത് വെച്ച് കാണാം, അല്ലെങ്കിൽ വരും പോലെ വരട്ടെ എന്ന രീതിയിലല്ല. പാർട്ടി അഖിലേന്ത്യാ തലത്തിലും AICC തലത്തിലും KPCC തലത്തിലും ഒക്കെ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ ഇത്രയും മതിയോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. പ്രത്യേകിച്ച് KPCC അധ്യക്ഷന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ KPCCയുടെ ഭാഗത്തുനിന്ന് കുറച്ച് നാളായിട്ട് വേണ്ട രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ, പൂർണ്ണമായിട്ട് കുറെ കൂടി ഭംഗിയായിട്ട് നടത്താം, ഇന്ദിരാഭവൻ വേണ്ട പോലെ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. ആ സംശയമാണ് കെ സുധാകരനെതിരെ. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ അനാരോഗ്യം കൊണ്ട്, അദ്ദേഹത്തിന് സ്ഥിരം യാത്ര ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് അത് പാർട്ടി ആസ്ഥാനത്ത് തിരുവനന്തപുരത്ത് എത്തുന്നില്ല, കൂടുതൽ സമയം അവിടെ ചെലവഴിക്കുന്നില്ല.
പക്ഷെ ആ പോരായ്മ നികത്തുന്ന രീതിയിൽ അതിന്റെ ചുമതലയുള്ള ലിജു എന്ന് പറയുന്ന വർക്കിംഗ് സെക്രട്ടറി അല്ലെങ്കിൽ അതിന്റെ ചുമതല വഹിക്കുന്ന സെക്രട്ടറി കൂടുതൽ കാര്യങ്ങൾ കുറെ കൂടി നന്നായി ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. പിന്നെ സ്മൃതി പറഞ്ഞ ഒരു കാര്യം, അതായത് പാർട്ടിക്ക് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ പോയാൽ സാധ്യത ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ലാൽകുമാർ എന്തൊക്കെ പറഞ്ഞാലും ഈ കോൺഗ്രസിന്റെ ഈ ശശി തരൂർ ഇവിടെ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ലാൽകുമാറിന്റെ പാർട്ടി അല്ലെങ്കിൽ അദ്ദേഹം പാർട്ടി അനുഭാവിയാണ്, മെമ്പർ അല്ലെങ്കിലും എന്ന് പറഞ്ഞു. CPM തങ്ങൾക്ക് അനുകൂലമായി ശശി തരൂർ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് ഉപയോഗിച്ചു. അത് വലിയൊരു വക്കാലത്തായിട്ട് അല്ലെങ്കിൽ വലിയൊരു സർട്ടിഫിക്കറ്റ് ആയിട്ട് എടുത്തു. ഒരുപക്ഷെ CPM-ന് ഈ അടുത്ത കാലത്ത് എവിടുന്നെങ്കിലും കിട്ടിയിട്ടുള്ള ഏറ്റവും നല്ല കോംപ്ലിമെന്റ് ആണ് ശശി തരൂരിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. എല്ലാ കാലത്തും CPM-നെതിരെയുള്ള പ്രധാന ആരോപണം അവർ പല കാര്യങ്ങൾക്കും തടസ്സം നിൽക്കുന്നു, അവരുടെ വരട്ടുവാദത്തിന്റെ പരമായിട്ട് വ്യവസായ രംഗത്തൊക്കെ മുന്നേറ്റം തടസ്സപ്പെടുന്നു. പണ്ടത്തെ വെട്ടിനിരത്തൽ സമരമൊക്കെ നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്, പ്രാകൃത സമരമായിരുന്നു. അതൊക്കെ തിരുത്തിക്കൊണ്ട് വ്യവസായം വന്നാലേ പുരോഗതിയുള്ളൂ, കേരളം മാറണം, ലോകത്തോടൊപ്പം മാറണം, സ്വകാര്യ സർവകലാശാലകൾ അടക്കം കേരളത്തിന് ആവശ്യമാണ്, ഇതൊന്നും തടഞ്ഞു നിർത്താൻ പറ്റില്ല. പക്ഷെ ഇതേ ആരോപണം കോൺഗ്രസ് ഉള്ളവര് ഈ പറഞ്ഞ കാര്യം പറഞ്ഞപ്പോൾ ഇതിനെ മാത്രമേ എതിർത്തുള്ളൂ. ഞാൻ ആദ്യം മുതലേ ചോദിച്ചതാണ്, അതായത് ശശി തരൂരിനെ നിങ്ങൾ ഈ ഒരു പ്രസ്താവനയുടെ പേരിൽ കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചിറ്റ് കൊടുത്ത് അദ്ദേഹം എന്തുകൊണ്ടും യോഗ്യനാണ്, അനുയോജ്യനാണ്, അനാഥനാകില്ല, ഞങ്ങളുണ്ട് താങ്ങാൻ, വീണാലും താങ്ങാൻ ഞങ്ങളുണ്ട്, കിടന്നാലും എടുക്കാൻ ഞങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ നിങ്ങൾ ഈ ശശി തരൂർ തന്നെ അതേ നാവ് കൊണ്ട് അതേ ലേഖനത്തിൽ പോലും അല്ലെങ്കിൽ ആ ദിവസങ്ങളിൽ കേന്ദ്ര സർക്കാരിനെയും മോദി സർക്കാരിനെയും പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വല്ലാതെ പുകഴ്ത്തി. അതായത് അമേരിക്കൻ നയത്തിൽ അമേരിക്ക അവിടുന്ന് കാര്യം കഴിഞ്ഞ് അങ്ങനെക്കിട്ട് ഇന്ത്യക്കാരെ ഇങ്ങോട്ട് വളരെ അപമാനിക്കുന്ന രീതിയിൽ കൊണ്ടുവന്നപ്പോ ആ നയം അതിനെ അനുകൂലിച്ച അല്ലെങ്കിൽ മോദി മഹാനാണെന്ന് നാഴികയ്ക്ക് 40 വട്ടം വിളിച്ചു പറയുന്ന ഒരാളാണ് ശശി തരൂർ. അദ്ദേഹത്തിന് ഇതിനു മുമ്പ് ഈ പിണറായിക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തതിനേക്കാൾ എത്രയോ കൂടുതൽ സർട്ടിഫിക്കറ്റുകൾ അദ്ദേഹം മോദിക്ക് കൊടുത്തിട്ടുണ്ട്. അത് അങ്ങനെയുള്ള ശശി തരൂരിനെ നിങ്ങൾ ആ വിഷയം പറഞ്ഞ് ഇയാളെ, അപ്പൊ ഞാനൊരു ചർച്ചയിൽ ചോദിച്ചതാണ്, നിങ്ങൾ അത് അംഗീകരിക്കുന്നുണ്ടോ ശശി തരൂരിന്റെ ഈ ഭാഗം നിങ്ങൾ വളരെ സ്വീകാര്യം എന്ന് പറയുമ്പോൾ ആ ഭാഗം എന്തുകൊണ്ട് നിങ്ങൾ സൗകര്യപൂർവ്വം വിസ്മരിച്ച് മിണ്ടാതിരുന്നു? അതും പറയണ്ടേ, അതിന്റെ ഒപ്പം വന്നതല്ലേ? എന്തുകൊണ്ട് ശശി തരൂർ അത് പറയാൻ പാടില്ലാത്തതാണ് എന്നുള്ളതിന് നിങ്ങൾ പണ്ടാരോ പറഞ്ഞ പോലെ ഒരു കയറും അതിന്റെ അറ്റത്തൊരു കാളെ എന്ന് പതുക്കെ പറഞ്ഞു, കയറും അല്ലാതെ അങ്ങ് പൊക്കി പറഞ്ഞു. ഈ കേരള സർക്കാർ സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പുറത്തുനിന്നൊരു പിന്തുണ കിട്ടുമ്പോൾ അത് നന്നായി ആഘോഷിക്കില്ലേ? അത് ആഘോഷിക്കാനുള്ള വക ആരാണ് ഉണ്ടാക്കി കൊടുത്തതെന്നുള്ള ചോദ്യം അവിടെ ഉണ്ടല്ലോ. തിരിച്ചെത്താം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.